ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവൻ വ്ളോഗ്സ്. ഇന്നും മഷ്റൂം, അതായത് കൂൺ. ഈ മഴക്കാലത്തൊക്കെ ഇഷ്ടംപോലെ കൂൺ കിട്ടുമല്ലേ. അപ്പോൾ കൂൺ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കൂൺ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചേക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ വെച്ചിട്ട് നടുവേ കീറിയത്, കുറച്ച് ഇഞ്ചി, 1 ഇഞ്ച് മതിയാവും, ഒരു ഇഞ്ച് ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 സവാള മീഡിയം വലുപ്പത്തിൻ്റെ ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇത്രയും മതി കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ചെറിയ ജീരകം ഇടണം. നമ്മുടെ ജീരകം ഉണ്ടല്ലോ, കുഞ്ഞു ജീരകം, അതിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, അത്രയും കാര്യങ്ങളോട് ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഒന്ന് വാടിക്കിടണം കേട്ടോ. അപ്പോൾ അത്രയും നേരം വരെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന, അത് ഇച്ചിരി ചെറുതായിട്ടാട്ടോ അരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടി കൊടുക്കല്ല, ഒരു സ്മൂത്തായിട്ട് തന്നെ, ഒരു നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ അരിഞ്ഞു വച്ചിരിക്കുന്ന കൂണ്, അത് ഇപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, പിള്ളേർ കൂണ് വലുതാണെങ്കിൽ എടുത്ത് സൈഡിൽ വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സായി പോയിക്കോളും. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന ആ കൂണൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്, ഇതിനു വേണ്ടി മാത്രം ആവശ്യത്തിനുള്ള, ഈ കൂണിനൊക്കെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആ കൂണൊന്ന് സ്മൂത്ത് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി, ആ തക്കാളിയെല്ലാം ഒന്ന് നല്ലപോലെ സ്മൂത്താണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ സ്മൂത്തായി കിട്ടും. അങ്ങനെ നല്ലപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ ഇത് ഒരു മഷ്റൂം റൈസാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ വൈറ്റ് റൈസ്, ഞാനിവിടെ സോന മസൂരി എടുത്തിരിക്കുന്നത്, അത് റെഡിയാക്കി വേവിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല സ്മൂത്തായി അതിനകത്തേക്ക് മിക്സായി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി അത് നല്ലപോലെ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ ഒരു മഷ്റൂം റൈസിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂൺ വെച്ച മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ നല്ലപോലെ ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്കിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ പച്ചമണവും ഇതെല്ലാം ഒന്ന് മാറി അത്യാവശ്യം നല്ലൊരു ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. മണമെല്ലാം നല്ലപോലെ മാറണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുത്തരിയുടെ വെള്ളച്ചോറല്ല, നമ്മൾ സാധാരണ വൈറ്റ് റൈസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, അത് അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞത് തൂക്കിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇത് എന്നിട്ട് മിക്സാക്കുവാണ്. മിക്സാക്കി അതിൻ്റെ ആ മസാല, നമ്മൾ റെഡിയാക്കിയ ഒരു മസാല ഉണ്ടല്ലോ ആദ്യം, അത് എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി എല്ലായിടത്തും മസാലയൊക്കെ എത്തി നല്ലപോലെ ഒന്ന് റെഡിയായി വന്ന ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സോയ സോസ് ഉണ്ടല്ലോ, സോയ സോസ് അത് ഒരു ടീസ്പൂണോളം മതിയാവും. ഞാനിവിടെ ഡാർക്ക് സോയ സോസ് ആട്ടോ എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ വരുന്നത്. ആ എരിവിനൊക്കെ കൂടെ ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു മധുരം നമുക്ക് ഒത്തിരി സഹായിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അത് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഇളക്കി എല്ലായിടത്തും ആ സോസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിക്കൊണ്ട് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ മിക്സാക്കിയ ശേഷം എന്താ ചെയ്യേണ്ടത്, അത് ഒരു പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങ് ചേഞ്ച് ആകും കേട്ടോ. ആ സോയ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൊണ്ട് ഒരു കളറ് വന്ന് നല്ല അടിപൊളിയാകുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം റൈസ് അല്ലെങ്കിൽ നമ്മുടെ കൂൺ കൊണ്ടുള്ള ചോറ് റെഡിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാവും ലഞ്ചിനാവും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.